Hi friends, welcome to the online class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit and today we are going to discuss the INC, Indian National Congress from the Indian History part. നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ്സിൽ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഭാഗമാണ് നോക്കുന്നത്. So begin with some of the important questions and facts related to INC. INC formed on 28th December 1885 at Gokul-Das Tejpal Sanskrit College, Bombay. It formed on 28th December 1885 at Gokul-Das Tejpal Sanskrit College, Bombay. INC was founded by A.O. Hume. A.O. Hume is known as the father of INC, Indian National Congress. The first General Secretary of Indian National Congress was also A.O. Hume. The first President of INC was W.C. Banerjee. നമ്മുടെ ആദ്യം INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഭാഗത്തിൽ നോക്കുന്നത് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്ട്സും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്. അതിനുശേഷം INCയുടെ പ്രധാനപ്പെട്ട സെഷനിലേക്ക് കടക്കാം. INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപീകരണം നടത്തിയത് അല്ലെങ്കിൽ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് A.O. ഹ്യൂം. A.O. ഹ്യൂമാണ് INC രൂപീകരിച്ചത്. അതുകൊണ്ട് A.O. ഹ്യൂം എങ്ങനെ അറിയപ്പെടുന്നു? ഫാദർ ഓഫ് INC. ഫാദർ ഓഫ് INC എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂമാണ്. INCയുടെ ഫസ്റ്റ് സെഷനിലെ ജനറൽ സെക്രട്ടറിയും A.O. ഹ്യൂം തന്നെയാണ്. ഫസ്റ്റ് പ്രസിഡന്റ് W.C. ബാനർജി. അപ്പോ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 രൂപം കൊള്ളുന്നു ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ. INC രൂപീകരിച്ചത് A.O. ഹ്യൂമാണ്. അതുകൊണ്ട് A.O. ഹ്യൂം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് INC എന്നാണ്. ഇനി INCയുടെ ഫസ്റ്റ് സെഷനിലെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു A.O. ഹ്യൂം. ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. The predecessor of INC was Indian National Union in 1884, also founded by A.O. Hume. INCയുടെ മുൻഗാമിയായ സംഘടന എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. 1884 A.O. ഹ്യൂം തന്നെ സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയനാണ് INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ യൂണിയന് ശേഷമാണ് അത് INC ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ 1884 A.O. ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയനാണ് INCയുടെ മുൻഗാമി. At the time of formation of INC, the Viceroy was Lord Dufferin. The Secretary of State for India was Randolph Churchill. And the British Queen was Victoria. INC രൂപീകരിക്കപ്പെടുമ്പോൾ അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ഡഫറിനാണ്. ഡഫറിനാണ് INCയുടെ രൂപീകരണ സമയത്തെ വൈസ്രോയി. INC രൂപീകരിക്കുമ്പോഴുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റണ്ടോൾഫ് ചർച്ചിലാണ്. റണ്ടോൾഫ് ചർച്ചിലാണ് INC രൂപീകരിക്കപ്പെടുമ്പോഴുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഇനി INC രൂപീകരിക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ. INC രൂപീകരിക്കപ്പെടുമ്പോഴുള്ള രാജ്ഞിയാണ് വിക്ടോറിയ. അപ്പോൾ INC രൂപീകരിക്കപ്പെടുമ്പോഴുള്ള വൈസ്രോയി ഡഫറിനാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റണ്ടോൾഫ് ചർച്ചിലാണ്.
ബ്രിട്ടീഷ് ക്യൂൻ, ബ്രിട്ടീഷ് രാജ്ഞി എന്ന് പറയുന്നത് വിക്ടോറിയ ആണ്. അപ്പോ INC 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ രൂപീകരിക്കപ്പെടുന്നു. INC രൂപീകരിച്ചത് എ.ഒ. ഹ്യൂമാണ്. ആദ്യത്തെ സെഷനിലെ ജനറൽ സെക്രട്ടറിയും എ.ഒ. ഹ്യൂം തന്നെയാണ്. പ്രസിഡന്റ് W.C. ബാനർജിയാണ്. ഇനി INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ രൂപീകരിച്ചത് എ.ഒ. ഹ്യൂം തന്നെയാണ് 1884. ഇനി INC രൂപീകരിക്കപ്പെടുമ്പോഴുള്ള വൈസ്രോയി ഡഫറിനാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റണ്ടോൾഫ് ചർച്ചിലാണ്. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയാണ്. The name Indian National Congress was suggested by Dadabhai Naoroji, and the venue which was initially fixed for the INC's first session was Pune, but later it changed to Bombay due to the outbreak of plague. ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. INCയുടെ ആദ്യ സെഷൻ യഥാർത്ഥത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലമാണ് പൂനെ. INCയുടെ ആദ്യ സമ്മേളനം അല്ലെങ്കിൽ ആദ്യത്തെ സെഷൻ 1885 നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം യഥാർത്ഥത്തിൽ പൂനെയായിരുന്നു. പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാനുള്ള കാരണം പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതാണ്. പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ടാണ് INCയുടെ ആദ്യത്തെ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത്. The number of delegates in the first session was 72. The number of resolutions passed in the first session was 9. അപ്പോ ആദ്യത്തെ സെഷനില് പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 ആണ്. പാസാക്കിയ പ്രമേയങ്ങളുടെ എണ്ണം 9 ആണ്. INCയുടെ ആദ്യ സെഷനില് പങ്കെടുത്ത പ്രതിനിധികൾ അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് 72 ആണ്. പാസാക്കിയ പ്രമേയം അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് 9 ആണ്. ഇപ്പൊ ഡെലിഗേറ്റ്സ് 72, റെസൊല്യൂഷൻസ് 9. The theory related with the formation of INC, safety valve theory. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി. അപ്പോ INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ്. ആദ്യം INCയുടെ സെഷൻ നടത്താൻ തീരുമാനിച്ചത് പൂനെയിലാണ്. പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് അത് ബോംബെയിലേക്ക് മാറ്റി. ആദ്യത്തെ സെഷനിൽ എത്ര ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു? 72. എത്ര റെസൊല്യൂഷൻസ് പാസാക്കി? 9. ഇനി INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന തിയറി ഏതാണ്? സേഫ്റ്റി വാൽവ് തിയറി. സേഫ്റ്റി വാൽവ് തിയറിയാണ് INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. The venue where most number of INC sessions held before independence, Calcutta. The venue where most number of INC sessions held after independence, Delhi. അപ്പോ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് INCയുടെ ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്ന പട്ടണം കൽക്കട്ടയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് INCയുടെ ഏറ്റവും കൂടുതൽ സെഷൻസ് നടന്ന പട്ടണം കൽക്കട്ടയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം INCയുടെ ഏറ്റവും കൂടുതൽ സമ്മേളനം നടന്ന പട്ടണം ന്യൂഡൽഹിയാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് INCയുടെ ഏറ്റവും കൂടുതൽ സെഷൻസ് നടന്നത് കൽക്കട്ടയിലാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നടന്നത് ന്യൂഡൽഹിയിലാണ്. Calcutta became venue for the INC session
for the first time in 1886. The president of that session was Dadabhai Naoroji. Delhi became venue for the INC session for the first time in 1918. The president of that session was Madan Mohan Malaviya. കൽക്കട്ട ആദ്യമായി ഒരു INC സെഷന് വേദിയാകുന്നത് 1886 1886 ആദ്യത്തെ കൽക്കട്ട സെഷൻ. 1886 കൽക്കട്ട സെഷനില് INCയുടെ പ്രസിഡന്റ് ആയിരുന്നത് ദാദാഭായ് നവറോജി. ഡൽഹി ആദ്യമായി ഒരു INC സെഷന് വേദിയാകുന്നത് 1918 1918 ആദ്യത്തെ ഡൽഹി INC സെഷൻ. ആ സെഷനില് INCയുടെ പ്രസിഡന്റ് ആയിരുന്നത് മദൻ മോഹൻ മാളവ്യ. ഇപ്പോ കൽക്കട്ട ആദ്യമായി INC സെഷന് വേദിയാകുന്നത് 1886. പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഡൽഹി ആദ്യമായി INC സെഷന് വേദിയാകുന്നത് 1918. അന്നത്തെ INC പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. The Congress session related to attainment of Swaraj. 1906 Calcutta session presided over by Dadabhai Naoroji. The Congress session related to Purna Swaraj. 1929 Lahore session presided over by Jawaharlal Nehru. ഇപ്പോ സ്വരാജ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കോൺഗ്രസ് സെഷൻ INC സെഷൻ, സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച INC സെഷൻ 1906 കൽക്കട്ട സെഷൻ. 1906 കൽക്കട്ട സെഷൻ. കൽക്കട്ട സെഷനില് പ്രസിഡന്റായിരുന്നത് ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച INC സെഷൻ 1906 കൽക്കട്ട സെഷൻ. ആ സെഷനില് INCയുടെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഇനി പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച കോൺഗ്രസ് സെഷനാണ് 1929 ലാഹോർ സെഷൻ. 1929 ലാഹോർ സെഷൻ. ലാഹോർ സെഷനിലെ പ്രസിഡന്റായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സെഷനിലാണ് പൂർണ്ണ സ്വരാജ് എന്ന ആശയം INC അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ലാഹോർ സെഷനിലെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. അപ്പോ സ്വരാജ് എന്ന ആശയവുമായി മുന്നോട്ട് വന്ന INC സെഷൻ 1906 കൽക്കട്ട സെഷൻ. അതിന്റെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഇനി പൂർണ്ണ സ്വരാജ് എന്ന ആശയവുമായി മുന്നോട്ട് വന്ന INC സെഷനാണ് 1929 ലാഹോർ സെഷൻ. ലാഹോർ സെഷനിലെ പ്രസിഡന്റാണ് ജവഹർലാൽ നെഹ്റു. The book History of the Indian National Congress was written by Pattabi Sitharamaiah. The book History of the Indian National Congress written by Pattabi Sitharamaiah. He is known as the official historian of INC. Official historian of INC. ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബുക്ക് എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ അറിയപ്പെടുന്നത് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ എന്നാണ്. INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹം എഴുതിയ ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
the association formed by Sir Syed Ahmad Khan against the Indian National Congress. It was United Indian Patriotic Association in 1888. INCക്ക് എതിരായിട്ട് അല്ലെങ്കിൽ INCയുടെ തത്വങ്ങളെ വിമർശിച്ചുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ INCക്കെതിരായി രൂപീകരിച്ച സംഘടന ഏതാണ്? 1888 സ്ഥാപിച്ച യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷനാണ് INCക്കെതിരായി രൂപീകരിച്ച സംഘടന. അപ്പോ INCയെ പറ്റി നമ്മൾ ഇന്ന് പറഞ്ഞത് 1885 ഡിസംബർ 28 INC ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ രൂപം കൊള്ളുന്നു. INC രൂപീകരിച്ചത് A.O. ഹ്യൂമാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് INC എന്നാണ്. ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും A.O. ഹ്യൂം തന്നെയാണ്. ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ആദ്യം INCയുടെ ഫസ്റ്റ് സെഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലാണ്. പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിനാൽ അത് എങ്ങോട്ടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. ഇനി INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 1884 ഈ സംഘടനയും രൂപീകരിച്ചത് A.O. ഹ്യൂമാണ്. INC രൂപീകരിക്കപ്പെടുമ്പോഴുള്ള വൈസ്രോയിയാണ് ലോർഡ് ഡഫറിൻ. INC രൂപീകരിക്കപ്പെടുമ്പോഴുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയാണ് റണ്ടാൾഫ് ചർച്ചിൽ. അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ. ഇനി INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി. INCയുടെ ആദ്യ സെഷനിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 72, അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം 9. സ്വാതന്ത്ര്യത്തിന് മുൻപ് INCയുടെ സമ്മേളനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് കൽക്കട്ടയില്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നടന്നത് ഡൽഹിയില്. കൽക്കട്ടയിൽ ആദ്യമായിട്ട് INC സെഷൻ നടന്നത് 1886 പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഡൽഹിയിൽ ആദ്യമായിട്ടൊരു INC സെഷൻ നടന്നത് 1918 പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. സ്വരാജ് എന്ന ആശയവുമായി മുന്നോട്ട് വന്ന INC സെഷനാണ് 1906 കൽക്കട്ട സെഷൻ. പ്രസിഡന്റ് ദാദാഭായ് നവറോജി. പൂർണ്ണ സ്വരാജ് എന്ന ആശയവുമായി മുന്നോട്ട് വന്ന INC സെഷനാണ് 1929 ലാഹോർ സെഷൻ. അതിന്റെ പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇനി ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC അല്ലെങ്കിൽ INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ. ഇനി INCക്കെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപം കൊടുത്ത സംഘടനയാണ് 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. So, move into the next session, some of the important quotes related to INC or formation of INC. INC is a begging institute, said by Arvind Ghosh. A 3-day tamasha related to the 1897 Amaravati session, said by A.K. Datta. INC playing with bubbles, said by Bipin Chandrapal. The product of Lord Dufferin's brain, said by Lala Lajpat Rai. INC should distinguish between begging and claiming the right, Balagangadhar Tilak. The Congress is tottering to its fall, and one of my greatest ambitions while in India is to assist it to a peaceful demise, said by Lord Curzon. INC is a microscopic minority, said by Lord Dufferin. INC is a very much
an English-knowing upper-class affair, said by Jawaharlal Nehru. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് INC അല്ലെങ്കിൽ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങളാണ്. INC ഈസ് എ ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. INC ഈസ് എ ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞത് അരബിന്ദ ഘോഷാണ്. INC ഈസ് എ ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അരബിന്ദ ഘോഷ്. ഇനി 1897 അമരാവതി INC സെഷനെ പറ്റി എ 3-ഡേ തമാശ എന്ന് പറഞ്ഞത് AK ദത്തയാണ്. എ 3-ഡേ തമാശ എന്തിനെ പറ്റിയാണ്? 1897 INCയുടെ അമരാവതി സെഷനെ പറ്റി പറഞ്ഞതാണ് AK ദത്ത. എ 3-ഡേ തമാശ. പിന്നീട് INC പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാലാണ്. INC പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാലാണ്. പ്രോഡക്റ്റ് ഓഫ് ലോഡ് ഡഫറൻസ് ബ്രെയിൻ. പ്രോഡക്റ്റ് ഓഫ് ലോഡ് ഡഫറൻസ് ബ്രെയിൻ എന്ന് പറഞ്ഞത് ലാല ലജ്പത് റായ് ആണ്. INC ഷുഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബെഗ്ഗിംഗ് ആൻഡ് ക്ലെയിമിംഗ് ദ റൈറ്റ്സ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. INC ഷുഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബെഗ്ഗിംഗ് ആൻഡ് ക്ലെയിമിംഗ് ദ റൈറ്റ്സ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ക്രോക്ക് വൺസ് എ ഇയർ ലൈക്ക് എ ഫ്രോഗ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലക് തന്നെയാണ്. ക്രോക്ക് വൺസ് എ ഇയർ ലൈക്ക് എ ഫ്രോഗ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാണ്. രണ്ട് കാര്യങ്ങൾ അതിനെ ബാലഗംഗാധര തിലക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, INC ഷുഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബെഗ്ഗിംഗ് ആൻഡ് ക്ലെയിമിംഗ് ദ റൈറ്റ്സ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. അത് കൂടാതെ അദ്ദേഹം എന്ത് പറഞ്ഞു? ക്രോക്ക് വൺസ് എ ഇയർ ലൈക്ക് എ ഫ്രോഗ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാണ്. ഇനി കോൺഗ്രസ് ഈസ് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ലോർഡ് ഡഫറിൻ ആണ്. INC ഈസ് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ലോർഡ് ഡഫറിൻ ആണ്. ഇനി കോൺഗ്രസ് ഈസ് ടോട്ടറിംഗ് ടു ഇറ്റ്സ് ഫാൾ ആൻഡ് മൈ ഗ്രേറ്റസ്റ്റ് അംബിഷൻ വൈൽ ഇൻ ഇന്ത്യ ഈസ് ടു അസിസ്റ്റ് ടു എ പീസ്ഫുൾ ഡിമൈസ് എന്ന് പറഞ്ഞത് ലോർഡ് കഴ്സൺ ആണ്. ഇന്ത്യയിലെ INCയുടെ സമാധാനപരമായ ചരമത്തെ സഹായിക്കുക എന്ന് പറഞ്ഞത് ലോർഡ് കഴ്സൺ ആണ്. INC ഈസ് എ വെരി മച്ച് ആൻ ഇംഗ്ലീഷ് നോയിങ് അപ്പർ ക്ലാസ് അഫെയർ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. INC ഈസ് എ വെരി മച്ച് ആൻ ഇംഗ്ലീഷ് നോയിങ് അപ്പർ ക്ലാസ് അഫെയർ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോ INC ഈസ് എ ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞത് അരബിന്ദ ഘോഷാണ്. എ 3-ഡേ തമാശ എന്ന് പറഞ്ഞത് AK ദത്തയാണ്. INC പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാലാണ്. പ്രോഡക്റ്റ് ഓഫ് ലോഡ് ഡഫറൻസ് ബ്രെയിൻ എന്ന് പറഞ്ഞത് ലാല ലജ്പത് റായ് ആണ്. INC ഷുഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബെഗ്ഗിംഗ് ആൻഡ് ക്ലെയിമിംഗ് ദ റൈറ്റ്സ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. ക്രോക്ക് വൺസ് എ ഇയർ ലൈക്ക് എ ഫ്രോഗ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസ് ഈസ് ടോട്ടറിംഗ് ടു ഇറ്റ്സ് ഫാൾ ആൻഡ് മൈ അംബിഷൻ ഈസ് വൈൽ ഇൻ ഇന്ത്യ ഈസ് ടു അസിസ്റ്റ് ടു എ പീസ്ഫുൾ ഡിവൈസ് എന്ന് പറഞ്ഞത് ലോർഡ് കഴ്സൺ ആണ്. INC ഈസ് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ലോർഡ് ഡഫറിൻ ആണ്. INC ഈസ് എ വെരി മച്ച് ആൻ ഇംഗ്ലീഷ് നോയിങ് അപ്പർ ക്ലാസ് അഫെയർ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. Now look into some of the first thing in the Indian National Congress. The first things in Indian National Congress. The first General Secretary of INC, A.O. Hume. INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. Hume. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC W.C. ബാനർജി. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC ഫ്രം പാഴ്സി കമ്മ്യൂണിറ്റി ദാദാഭായ് നവറോജി. പാഴ്സി മതത്തിൽ നിന്നുള്ള ആദ്യത്തെ INCയുടെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി ബദറുദ്ദീൻ തിയാബ്ജി. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ INCയുടെ പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി.
First foreigner to become the president of INC, ജോർജ് യൂൾ. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ജോർജ് യൂൾ. First Keralaite to become the president of INC, സി ശങ്കരൻ നായർ. INCയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി സി ശങ്കരൻ നായർ. First person to become the president of INC thrice, ദാദാഭായ് നവറോജി. INCയുടെ പ്രസിഡന്റായ 3 വട്ടമായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. First person to become the president of INC twice, W.C. ബാനർജി. 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി W.C. ബാനർജി. First foreigner to become the president of INC twice, വില്യം വഡർബൺ. INCയുടെ പ്രസിഡന്റ് ആയി 2 വട്ടം തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശി വില്യം വെഡർബൺ. The first person to become the president of INC in successive terms, റാഷ് ബിഹാരി ഘോഷ്. തുടർച്ചയായി INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി റാഷ് ബിഹാരി ഘോഷ്. First South Indian to become the president of INC, പി ആനന്ദചാർലു. സൗത്ത് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റായ വ്യക്തി പി ആനന്ദചാർലു. ഫസ്റ്റ് ഹിന്ദു പ്രസിഡന്റ് ഓഫ് INC ഈസ് ഓൾസോ പി ആനന്ദചാർലു. INCയുടെ പദവിയിലെത്തുന്ന ആദ്യത്തെ ഹിന്ദു പ്രസിഡന്റും പി ആനന്ദചാർലു. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC ആനി ബസന്റ്. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഫസ്റ്റ് ഫോറിൻ വുമൺ പ്രസിഡന്റ് ഓഫ് INC ഈസ് ആൾസോ ആനി ബസന്റ്. INCയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യത്തെ വിദേശ വനിതയും ആദ്യത്തെ വനിതയും ആനി ബസന്റ് തന്നെയാണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് INC സരോജിനി നായിഡു. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് INC ഹക്കീം അജ്മൽ ഖാൻ. INCയുടെ താൽക്കാലിക പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ഹക്കീം അജ്മൽ ഖാൻ. ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് INC സുഭാഷ് ചന്ദ്രബോസ്. INCയിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിലൂടെ വന്ന വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ഫസ്റ്റ് INC പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ INC പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. ഫസ്റ്റ് ക്രിസ്ത്യൻ പ്രസിഡന്റ് ഓഫ് INC W.C. ബാനർജി. ക്രിസ്ത്യൻ മതത്തിൽ നിന്നുള്ള ആദ്യത്തെ INC പ്രസിഡന്റ് W.C. ബാനർജി. The youngest person became the president of INC, മൗലാന അബ്ദുൽ കലാം ആസാദ്. INCയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോ INCയുടെ ചരിത്രത്തില് ആദ്യം എത്തിയ വ്യക്തികൾ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. ഹ്യൂമർ, ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി, ആദ്യത്തെ ഹിന്ദു പ്രസിഡന്റ് പി ആനന്ദചാർലു, ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി, ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ് W.C. ബാനർജി, ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ദാദാഭായ് നവറോജി, ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് ജോർജ് യൂള്.
ഇനി INC പ്രസിഡന്റായ ആദ്യത്തെ മലയാളി സി ശങ്കരൻ നായർ, ആദ്യത്തെ വിദേശി ജോർജ് യൂള്. ഇനി 3 പ്രാവശ്യം INC പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി, 2 പ്രാവശ്യം INC പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി WC ബാനർജി, 3 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. തുടർച്ചയായി INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് രാഷ് ബിഹാരി ഘോഷ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് INCയുടെ പ്രസിഡന്റായ വ്യക്തിയാണ് പി ആനന്ദചാർലു. ആദ്യത്തെ വുമൺ പ്രസിഡന്റും ആദ്യത്തെ ഫോറിൻ വുമൺ പ്രസിഡന്റും ആനി ബെസന്റ് ആണ്. ആദ്യത്തെ ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് സരോജിനി നായിഡു ആണ്. ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാനാണ്. ആദ്യത്തെ ഇലക്ടഡ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. INC സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ പ്രസിഡന്റ് പട്ടാമ്പി സീതാരാമയ്യാണ്. INCയുടെ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇത്രയാണ് INCയുടെ ഫസ്റ്റ് ഇൻ INC എന്ന സെഷൻ ഉൾപ്പെടുന്ന പ്രധാന പോയിന്റുകൾ. INCയുടെ പ്രധാനപ്പെട്ട സെഷനുകളെ പറ്റി നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യും. നന്ദി.